ഈ വീട് 8 വർഷം മുമ്പുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ഇതിന്റെ സ്ട്രക്ചർ അത് നമ്മൾ ഇപ്പം ഈ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് പോകും. ഇത് ചെയ്യുമ്പോൾ ലിൻഡൽ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇതിനെ വെള്ളം അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. വീട്ടിലിതാ ഇതുപോലുള്ള കോർണർ വിൻഡോകൾ കൊടുക്കണോ എന്ന് പലർക്കും ആശങ്കയാണ്. ഈ ഒരു വലിയ ഹാൾ സ്പേസിൽ ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിലാണ് ഈ 3.5 ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു യൂണിറ്റും അതുപോലെ ഈ വലിയ കൗണ്ടറും വരുന്ന ഒരു അടിപൊളി കിച്ചണാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ചെറിയ സൈസിൽ ഏകദേശം 3.5 by 3.5 സൈസ് മാത്രമേ ഈ റൂമുള്ളൂ. എത്ര ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ഫാമിലിക്ക്, ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ ഒരു ബെഡ്റൂം ആട്ടോ എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുപാട് ടിപ്സുകളുമായിട്ട് നമ്മുടെ ചാനൽ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. നല്ലൊരു ലിവിങ് ഏരിയ വേണം, നല്ലൊരു ഡൈനിങ് ഏരിയ വേണം, അതുപോലെ നല്ലൊരു കിച്ചൺ വേണം, പിന്നെ 1-2 റൂം അടിപൊളിയായിട്ടും വേണം. ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരുടെയും ആഗ്രഹം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്പാൻ ഡിസൈൻസ് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകൾ ഒരുപാട് നമ്മുടെ ചാനലുണ്ട്. ഡെക്കോർ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലിഫ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ചെരിഞ്ഞ പ്രദേശത്താണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ആട്ടോ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ 2 വഴികളുണ്ട്. ഒന്ന് സ്ലോപ്പായിട്ട് കാറിന് വരാനും അതുപോലെ ഇതുപോലെ സ്റ്റെപ്പായിട്ട് 2 ലെവലിൽ ഈ ഒരു സൈഡിലൂടെയും അതുപോലെ ലെഫ്റ്റ് സൈഡിലൂടെ മറ്റൊരു വഴിയും കൂടി ഉണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു വീട്ടിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. നല്ല ലാൻഡ്സ്കേപ്പിങ്ങോട് കൂടിയ ഒരു എൻട്രൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വീടിൻ്റെ കാർ പോർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ആംഗിളുള്ള പില്ലർ തന്നെയാണ്. ഈ ഒരു വീടിൻ്റെ ഡിസൈന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ കേട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ഇൻ്റർലോക്ക് കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുറ്റം കാണാൻ പറ്റും. 2 കളർ ടോണിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ വീട്ടിലേക്ക് നേരെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും കണ്ണിൽ പെടുന്ന ഒരു ഭാഗം ഈ ഒരു ഏരിയ കേട്ടോ. എൻട്രൻസിൻ്റെ മെയിൻ ഏരിയയിൽ 2 തൂണുകൾക്കിടയിലുള്ള ഈ ഒരു പോർഷൻ, ഇതിൻ്റെ ഈ ഒരു തൂണിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ടെക്സ്ചർ പെയിൻറ്റ് ഗ്രേയിലാണെങ്കിൽ അതുപോലെ സീലിങ്ങിൽ വൈറ്റ് ഡിസൈൻ വരും. അതുപോലെ പെർഗോളയിലുള്ള ലൈറ്റ് വരുന്ന ആ ഒരു ഫീലൊക്കെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നേരെ എൻ്റർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം സാധാരണ സ്റ്റെപ്പുകൾ ഡിസൈൻ അല്ല, ഒരു എൽ ഷേപ്പ് സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിലോ ഇവിടെ ഭംഗിയായിട്ടുള്ള ഒരു എലമെൻറ്റ് നമുക്ക് കാണാം. ഒരു ടെക്സ്ചർ പെയിൻറ്റിൻ്റെ ഡിസൈൻ ആണ്, പക്ഷേ ഹൈലൈറ്റ് ചെയ്യുന്നത് വാളിൽ കാണുന്ന ഈ ഒരു വലിയ വിൻഡോ ആണല്ലോ. ഈ വലിയ വിൻഡോ ഡബിൾ ഹൈറ്റിലാണ്. ഇത് ചെയ്യുമ്പോൾ ലിൻഡൽ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇതിനെ വെള്ളം അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് കാണാം. നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം ഇതാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്ത് നല്ല മനോഹരമായിട്ടുള്ള ടെക്സ്ചർ പെയിൻ്റ് ആണ്. അതുപോലെ തന്നെ വീട്ടിലിതാ ഇതുപോലുള്ള കോർണർ വിൻഡോകൾ കൊടുക്കണോ എന്ന് പലർക്കും ആശങ്കയാണ്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ സംശയം തീർക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വിൻഡോ തന്നെയാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും അത് കണ്ടിന്യൂ ചെയ്ത് മേലെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നപ്പോൾ അതിൻ്റെ അടിഭാഗം വുഡൻ കളർ തോന്നുന്നുണ്ടെങ്കിലും ടെക്സ്ചർ തന്നെയാട്ടോ ഇവിടെയൊക്കെ കൊടുത്ത്. ടെക്സ്ചർ പെയിൻറ്റാണ്, സാധാരണ പെയിൻ്റ് അല്ല. അത് ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വീടിൻ്റെ 2 സൈഡിലും മനോഹരമായിട്ടുള്ള അതിൻ്റെ ഒരു ക്രീം കളർ ചുമര കൊടുത്തിരിക്കുന്നത്. സാധാരണ വൈറ്റ് കളർ ചുമരുകളാണല്ലോ വീട്ടിനടിക്കുക. അതിന് വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്രീം കളർ കൂടെ വന്നപ്പോൾ, ഐവറി കളർ കൂടെ വന്നപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ വേറെ ലെവലായി. വീട്ടിനകത്ത് സെമി സർക്കിൾ ആയിട്ടുള്ള സ്റ്റെയർ ആണ് വരുന്നത്. അതുകൊണ്ട് വെറുതെ ഏരിയ കളയാതെ നല്ല രീതിയിൽ റൗണ്ട് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഭാഗത്തൊക്കെ വിൻഡോകൾ വരുന്നുണ്ട്. അത് നോർമൽ വിൻഡോ ഒന്ന് വരുന്നുണ്ട്. അതുപോലെ ഇതുപോലുള്ള ഗ്ലാസ് വിൻഡോ ഫുൾ ഹൈറ്റിൽ, അതായത് സ്റ്റെയർ വരുന്ന ഏരിയയിൽ കൂടുതൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിനെ ഭംഗിയാക്കുന്നത് ഇതുപോലുള്ള ഊഞ്ഞാലുകളാണ്. ഇപ്പോൾ അതിൽ ഏറ്റവും ഭംഗിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഊഞ്ഞാല്. മാർബിൾ ആട്ടോ കാണുന്നത് ഫ്ലോറിൽ. അതുപോലെ സ്റ്റെപ്പിൽ നമുക്ക് കാണാൻ പറ്റും നല്ല ലെപ്പോത്ര ഫിനിഷിലുള്ള അടിപൊളിയായിട്ടുള്ള ഗ്രാനൈറ്റ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മാർബിൾ ഏതാണെന്നല്ലേ. മോർവേഡ് ആട്ടോ ഇവിടെ മാർബിൾ എല്ലാം കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കളർ ടോണിൽ തന്നെ വന്നിരിക്കുകയാണ്. ഓവർ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിൾ ഡിസൈനിൽ നല്ല
കൂളിംഗ് വരുന്നത്, അതായത് ഹീറ്റ് ആയാലും ഹീറ്റ് ആവാത്ത രീതിയിലുള്ള മാർബിൾ ഉണ്ടല്ലോ, അതിൽ പെട്ട ഒരു ഐറ്റം ആണ് ഈ കാണുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ വീടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പേ സാധാരണ വീടിന് വിൻഡോ ഡിസൈനുകൾ ചെയ്യുമ്പോൾ ഒരു 3 കള്ളി 2 കള്ളി അങ്ങനെയൊക്കെയല്ലേ, ഇവിടെ വിൻഡോ ഡിസൈനും ഇതാ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത പീസുകളായിട്ട് വ്യത്യസ്ത സൈസുകളായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. തേക്ക് വുഡിലാട്ടോ മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ മെയിൻ ഡോറിൻ്റെ ഡിസൈൻ ആണെങ്കിലും പലരും ചോദിക്കാറുണ്ട് ഒരു ഡോറിൻ്റെ ഡിസൈൻ പറഞ്ഞു തരുമോ എന്ന്. സിമ്പിൾ ആയിട്ടുള്ള ഡോറിൻ്റെ ഡിസൈൻ ആണ്. 1:10 സൈസിലുള്ള ഒരു സ്പേസിലേക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഒരു മദർ ആൻഡ് ചൈൽഡ് രീതിയിലുള്ള ഡിസൈൻ. അതിൽ തന്നെ ഹാൻഡിൽ 2 ഹൈറ്റ്, പലപ്പോഴും ഹാൻഡിൽ ചെറുതാണ് കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾക്കൊന്നും എത്താത്ത ഒരു അവസ്ഥ വരാറുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നം വരാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ ഹാൻഡിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വീട് ഇത്ര ഭംഗിയാക്കിയ സ്പാൻ ആർക്കിടെക്ട്സിന്റെ ബഷീർ സാറാണ് കൂടെ ഉള്ളത്. ഹായ്. ഈ വീട് വളരെ ചരിഞ്ഞൊരു പ്രദേശത്ത് ഇത്ര ഭംഗിയായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പിംഗിൽ അല്ലെങ്കിൽ ഈ ഒരു കോണ്ടൂർ ഏരിയയിൽ ഒരുപാട് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഏതൊരു വെല്ലുവിളി ആയോ? ഫസ്റ്റ് ഈ ഒരു ഫ്രണ്ടേജ് ആയതുകൊണ്ട്, പിന്നെ അവരുടെ തറവാടും ഈ താഴെ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് ഭംഗിയാക്കി ചെയ്താണ് ഫ്രണ്ട് യാർഡ്. ഒരു കോംപ്ലിക്കേറ്റഡ് വരാത്ത രീതിയിൽ അവർക്ക് തറവാട്ടിലേക്ക് നേരെ ഇറങ്ങി പോകാം. അതിലൊരു പക്ഷേ വാഹനമൊക്കെ വരണമെങ്കിൽ ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ട് അപ്പുറത്ത് കൂടെ റോഡ് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഈ സൈഡിലൂടെ ആക്കി എൻട്രൻസ്. അവിടെ തന്നെ നേരെ കാർ പോർച്ച് വന്നു. അപ്പൊ ഒരു പ്രോപ്പർട്ടിയുടെ ലെവൽ ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ നട്ട് അടിപൊളിയാക്കി. പ്ലോട്ടിനനുസരിച്ച് ഒരു റൗണ്ട് റോഡാണ് ഇവിടെ വരുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു വീടിന്റെ ഡിസൈനിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ വീട് 8 വർഷം മുമ്പുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ഇതിന്റെ സ്ട്രക്ചർ അത് നമ്മൾ ഇപ്പം ഈ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരുപാട് പെർഗോളോസ് ഒക്കെ അങ്ങനെ കാണുന്നുണ്ട്. അതെ, 8 വർഷം മുമ്പത്തെ ഒരു പ്രൊജക്ട് ആണല്ലോ. അത് നമ്മൾ ഇങ്ങോട്ട് മാക്സിമം കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതെ, 2-3 കളർ ടോൺ ഒക്കെ വന്നപ്പോൾ അടിപൊളിയായി. വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിംഗിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഈ എൻട്രൻസിലെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഫീലിംഗ് ആണ്. 2 സൈഡിലും നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എൻഡിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഈ ഒരു കെർവ് ആട്ടോ. ഇത് നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടുന്ന ഒരു ഭാഗമാണ്. എല്ലാം ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് അല്ലെങ്കിൽ മൾട്ടിവുഡിലായിരിക്കാം. അതിനകത്ത് വരുന്ന കാര്യങ്ങളാട്ടോ പറഞ്ഞത്. അത് പുറത്തേക്ക് വരികയാണെങ്കിൽ ലാമിനേറ്റ്സ് നല്ല മൈക്ക ഫിനിഷ് ആയിട്ടുള്ള ലാമിനേറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ വീട്ടിലെ മൊത്തം ലാമിനേറ്റ്സിലും വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വലിയൊരു സോഫ മാക്സിമം ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല കർട്ടൻസ് കൊടുത്തു. ആ കർട്ടൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും റോമൻ ബ്ലൈൻസ് ആണ്. അതുപോലെ തന്നെ വാൾപേപ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ നല്ലൊരു സോഫ ഈ ഒരു മാർബിളിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു എക്സ്ട്രാ വിൻഡോ അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് കാണാൻ വേണ്ടി സ്റ്റെയർ വരുന്ന ഏരിയയാണ്. അങ്ങോട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ആക്സസറി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ ഹാൾ സ്പേസിൽ ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിലാണ് ഈ 3.5 ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹാളിൻ്റെ പ്രത്യേകത ഈ ഒരു സൈഡിലേക്ക് പ്രൊജക്ഷനിലൂടെയാണ് നിൽക്കുന്നത്. കാരണം ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേഷൻ വേണമല്ലോ, അതിനനുസരിച്ചാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 6 ആൾക്ക് സുന്ദരമായിട്ട് ഡൈൻ ചെയ്യാനുള്ള ഒരു സ്പേസാണ്. കർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇതുപോലുള്ള പ്ലീറ്റഡ് കർട്ടൻ ആട്ടോ. ഇവിടെ വലിയ വിൻഡോകളാണ് വരുന്നത്. അവിടെ നിന്നുള്ള ലൈറ്റ് നമുക്ക് ഈവനിങ്ങിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടാൽ ആ ഒരു ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ LED സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്താണ് ഭംഗിയാക്കിയിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വാഷിംഗ് ഏരിയ. വാഷ് ബേസിൻ അടിപൊളിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ക്യൂട്ടായിട്ടുള്ള കളറിലാണ് ഈ ഒരു ജാഗോറിൻ്റെ ടാപ്പും അതുപോലെ തന്നെ റോക്കവെയറിൻ്റെ വാഷ് ബേസിനും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് ഇങ്ങോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഈ വ്യൂവിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ടെക്സ്ചർ പെയിൻ്റ് ആണ്. അതിലേക്ക് ഭംഗിയായിട്ടുള്ള ഒരു മിറർ തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഹാളിൽ തന്നെ സ്റ്റെയറിൻ്റെ ഏരിയ, സ്റ്റെയർ കെർവായിട്ടാട്ടോ പോകുന്നത്. ഒരു ഹാഫ് സർക്കിൾ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു സിറ്റിംഗ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നല്ലൊരു സോഫയും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സീലിങ്ങിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം വുഡൻ വർക്ക് ചെയ്ത പോലെ POP സീലിങ്ങിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വുഡൻ ടെക്സ്ചർ വരച്ചെടുത്തതാണ് കേട്ടോ. നല്ല ഒന്നാന്തരം തേക്ക് കൊണ്ടുള്ള വുഡ് പോലെ തോന്നിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മെയിൻ ഹാളിൽ നിന്ന് ഇനി നമുക്ക് കാണേണ്ടത് കിച്ചണാണ്. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം കിച്ചൺ ഡോറുകളാണ്. കിച്ചൺ ഡോർ ഏത് വെക്കണമെന്ന് പലർക്കും സംശയമല്ലേ. ഇതവിടെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ ഡോറ് കൂളിംഗ് ഗ്ലാസ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അത് കൊടുക്കുന്ന 2 ഉപയോഗമുണ്ട്. ഒന്ന് ഒരു പ്രൈവസിക്ക്, ഡയറക്റ്റ് കിച്ചണിലേക്ക് വ്യൂ വരരുത്, അതുപോലെ നമുക്ക് എന്നാൽ കാണുകയും വേണം, ആ ഒരു പർപ്പസിനാട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നേരെ എൻ്റർ ചെയ്താൽ എല്ലാവരും ഐസൈറ്റ് പോകുന്ന ഏറ്റവും വലിയ ഒരു ആക്സസറി അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഇതാണ്. ഇതൊരു ക്രോക്കറി ഷെൽഫാണ്.
ക്രോക്കറി ഷെൽഫിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാസ്സുകളെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് അലൂമിനിയത്തിലാട്ടോ ഈ ഒരു ഫ്രെയിം ചെയ്യാറുള്ളത്. അത് പലർക്കും സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു യൂണിറ്റും അതുപോലെ ഈ വലിയ കൗണ്ടറും വരുന്ന ഒരു അടിപൊളി കിച്ചണാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ എടുത്ത് പറയേണ്ടത് ഫ്ലോറിംഗ് എല്ലാം സെയിം മാർബിൾ തന്നെ കേട്ടോ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അതിൽ നല്ലൊരു ഹൈലൈറ്റർ ആയിട്ടുള്ള വൈറ്റ് കളർ ടൈലിൽ ചെയ്തിട്ടുള്ള കൗണ്ടർ ടോപ്പാണ്. അത് ഇതുപോലെ കാൻഡിലിവർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ഒരു കല്ലുകൊണ്ടൊക്കെ പടുത്തുണ്ടാക്കുന്ന ഏരിയ ആണെങ്കിലാണ് ഇതുപോലെ ചെയ്യേണ്ടത്. അതല്ല നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്ന ഭാഗങ്ങളാണെങ്കിൽ ഇതുപോലെ കർവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഭംഗിയാകും. ഈ കാണുന്ന ഏരിയയിൽ ടോപ്പിൽ അടിപൊളി ലൈറ്റ് കൊടുത്തു. ഒരു മെറ്റൽ ഫ്രെയിമിലാട്ടോ അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 2 ലൈറ്റുകളാണ് ഈ ഒരു ഏരിയ ഭംഗിയാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെയൊക്കെ വ്യൂ പോകുന്നത് ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലേക്കാവും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇന്റീരിയറോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല അടിപൊളി കളർ ടോണുള്ള ഷെൽഫുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ നമ്മളെ മൾട്ടിവുഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ PVC ബോർഡ് കൊണ്ടാട്ടോ അതിലൊക്കെ ചെയ്തിരിക്കുന്നത്. അതിൽ മൈക്ക ടോൺ, അത് നമുക്ക് ഏത് കളറിലും ചൂസ് ചെയ്യാം. അത് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ ഒരു ഭാഗത്തെല്ലാം പ്ലേസ് ചെയ്തത്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് കളറുള്ള ഇതുപോലുള്ള അലൂമിനിയം വിൻഡോസും കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു ക്രോക്കറി ഷെൽഫുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഷെൽഫൊക്കെ അടിപൊളിയായി. ക്രോക്കറി ഷെൽഫ് മറ്റൊന്നിതാ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓവൻ ഈ ഒരു ഭാഗത്താണ് പ്ലേസ് ചെയ്തെങ്കിൽ എവിടെ സ്റ്റവ് എന്നുള്ള ചോദ്യം. ഇതാ കിടക്കുന്ന സ്റ്റവ് ഈ ഒരു സൈഡിലേക്ക്. അതായത് ഈ കിച്ചന് 2 പോർഷൻ ആണ്. അതിലൊരു പോർഷനിലാണ് ഈ വരുന്ന സ്റ്റവ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓരോ യൂണിറ്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള കട്ട്ലറി യൂണിറ്റ് ആണെങ്കിലും അതുപോലെ പുള്ളേർട്ട് യൂണിറ്റ് ആണെങ്കിലും എല്ലാം ഈ ഒരു കിച്ചണിലുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ റോളിംഗ് ഷട്ടർ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് യൂണിറ്റുകൾ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതാ വെജ് ബാസ്ക്കറ്റ് ഈ ഒരു സൈഡിൽ കൊടുത്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രാനൈറ്റിലാണ് സിങ്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നീറ്റായിട്ട് കിച്ചൺ കൊണ്ട് നടക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതുമാത്രമല്ല ഒരു അഡീഷണൽ ആയിട്ടുള്ള വർക്ക് ഏരിയ പുറത്തുണ്ട്. മെയിൻ ആയിട്ടുള്ള കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്താണ് നടക്കുന്നത്. കിച്ചണിൽ എങ്ങനെ സീലിംഗ് കൊടുക്കണം എന്നുള്ളതിൽ ഒരു ഉദാഹരണമാണ് മേലെ കാണുന്നത്. അധികം ആർഭാടങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു കോവ് ലൈറ്റോട് കൂടിയ അടിപൊളിയായിട്ടുള്ള ഒരു സീലിംഗ് ആണ് ഒരു വലിയ കിച്ചനെ ഭംഗിയാക്കുന്നത്. ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉള്ളതാണ് ഈ ഒരു വീഡിയോ. അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം ചെറിയ സൈസിൽ ഏകദേശം 3.5 by 3.5 സൈസ് മാത്രമേ ഈ റൂമുള്ളൂ. എത്ര ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള 6 ബെഡ് കോട്ട്, അതിൻ്റെ ഹെഡ് റെസ്റ്റ് അതാണ് അടിപൊളിയായിട്ടുള്ളത്. ഈ ഹെഡ് ബോർഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മോഡൽ നല്ല കുഷനുള്ള രീതി അല്ലെങ്കിൽ നല്ല ഡെപ്ത് ഉള്ള രീതി ചെയ്തിട്ടുണ്ട്. അതുപോലെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾ കൂടുതൽ ഇടണം. 1.5 മീറ്ററോളം ഹൈറ്റ് ഇട്ടത് കൊണ്ട് അതിൻ്റെ ഒരു ഗ്രാൻഡ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ്. ഒരു സിമ്പിൾ ബെഡ്റൂം ആകുമ്പോൾ അത് സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് വേണം. അടിപൊളിയായിട്ടുള്ള കോവ് ലൈറ്റും അതുപോലെ LED സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് നല്ലൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് സാധാരണ ഡോറുകൾക്ക് അപ്പുറം എക്സ്ട്രാ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്ത ക്ലോത്ത്സ് ഹൈഡ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു മിറർ വാളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് വാളിൽ ഇവിടെ വാൾപേപ്പറും നല്ല റോമൻ ബ്ലൈൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഷോക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും വിൻഡോകളും വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ടിഫാനി കളർ ടോണിലുള്ള ഒരു ബെഡ്റൂമിലാട്ടോ ഉള്ളത്. ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ കളർ ടോണിന് വല്ല പ്രാധാന്യം ഉണ്ടോ എന്നല്ല. ചെറിയ ബെഡ്റൂം ആണെങ്കിൽ നല്ല കളർ സ്കീം മാച്ച് ചെയ്താൽ അടിപൊളിയാകും. അതിനുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു ബെഡ്റൂം. അടിപൊളിയായിട്ടുള്ള ഹെഡ് റെസ്റ്റ് ലെതർ ഫീലിലാട്ടോ ചെയ്തിരിക്കുന്നത്. റെക്സിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തത്. അതാകുമ്പോൾ ഒരു ഗ്രാൻഡ് ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ ബെഡ് കോട്ട് ആണെങ്കിൽ 6 സൈസിൽ നല്ലൊരു ബെഡ് കോട്ട്, 2 നല്ല അടിപൊളി സൈഡ് ടേബിൾ, അതുപോലെ അടിപൊളിയായിട്ടുള്ള കർട്ടൻ. ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത് പ്ലീറ്റഡ് കർട്ടൻ കൊടുത്തപ്പോൾ മേലെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ സീലിങ്ങിന് അപ്പർ ഏരിയ ഉണ്ട്, വുഡൻ ഷെയ്ഡ്, അവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അത് ഈ ഒരു ഏരിയനെ ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ സ്കീം ഈ ഒരു ബെഡ് കോട്ടിലാണെങ്കിലും അതുപോലെ ഫാബ്രിക്കിലാണെങ്കിലും ഒക്കെ ഒരുപോലെ മാച്ച് ചെയ്തു. വാൾപേപ്പറും ഈ ഒരു കളർ തീമിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. അതുപോലെ ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് പറയേണ്ടത് റോമൻ ബ്ലൈൻസ് ആണെങ്കിലും സെയിം ഫാബ്രിക്കിൽ തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഒരു സൈഡിലേക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. അതുപോലെ ആ ഒരു സൈഡിലേക്ക് മിറർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വാർഡ്രോബ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡോറുകൾക്കും അപ്പുറം യൂസ് ചെയ്ത ക്ലോത്ത്സ് യൂസ് ചെയ്യാൻ ഒരു എക്സ്ട്രാ സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ഫാമിലിക്ക്, ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ ഒരു ബെഡ്റൂം ആട്ടോ എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെറും 3.20 സൈസിൽ അടിപൊളി ഒരു റൂം. എങ്ങനെ ഇത് സെറ്റ് ചെയ്തു എന്നല്ലേ.
ഫ്ലോറിൽ നല്ല മാർബിൾ കൊടുത്തു, ടൈലിലാണെങ്കിലും ഈ ഒരു സൈസിന് ആപ്റ്റ് ചെയ്യുന്ന ഒരു ബെഡ് കോട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു. ഒരു ബോക്സ് കോട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഹെഡ് റെസ്റ്റ് നല്ല ഇതുപോലുള്ള റെക്സിനിൽ ചെയ്തു. അതുപോലെ വാൾപേപ്പർ അതിലേക്ക് മാച്ച് ചെയ്തു. ആ ഗ്രീൻ ടോണ് കമ്പൈനായിട്ട് ഡിസൈനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സീലിങ്ങിൽ കണ്ടില്ലേ, നല്ലൊരു ജിപ്സം സീലിംഗ് ഐഡിയ കൊണ്ടുവന്നു. അതുപോലെ ലൈറ്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ വാർഡ്രോബും പ്ലേസ് ചെയ്തു. സാധാരണ 3-4 കള്ളി വാർഡ്രോബ് ആണെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ യൂസ്ഡ് ക്ലോസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. അതുപോലെ മിറർ ഏരിയ എവിടെയെന്നുള്ള ചോദ്യം, ഈ ഒരു വാളിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് മിറർ കാണാം. അതൊരു ഓവൽ ഷേപ്പിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു എക്സ്ട്രാ പ്ലേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് ഇതുപോലെ കോസ്റ്റ്യൂംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഷട്ടറും കൂടെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ സ്പേസിലും കുട്ടികളുടെ റൂം എങ്ങനെ സെറ്റ് ചെയ്യാം? ഒരു 3x20 സൈസ് വരുന്ന ഒരു ബെഡ്റൂമിൽ 2 സൈഡിലായിട്ട് ഇതാ അടിപൊളിയായിട്ടുള്ള സിംഗിൾ കോട്ടുകൾ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇതാ ലെതർ കുഷനോട് കൂടിയ അടിപൊളിയായിട്ടുള്ളൊരു കോട്ട്. ഈ ഒരു സൈഡിലേക്കും ബോക്സ് ടൈപ്പിൽ കസ്റ്റമൈസ് ചെയ്ത സെയിം ഡിസൈൻ. ഇതിലേക്ക് ബാക്കിൽ വരുന്ന വിൻഡോ പലപ്പോഴും നമുക്ക് ഡിസൈൻ കുറച്ച് മുൻപുള്ളതാണെങ്കിൽ വിൻഡോ ഇതുപോലെയൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കവർ ചെയ്യാൻ ഏറ്റവും നല്ലത് അതൊരു ബ്ലൈൻഡ്സ് കൊടുത്ത് സെയിം കളർ ടോണിൽ മാച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ്. സൈഡിലെല്ലാം ഇതുപോലെ വാൾപേപ്പർ കൊടുത്തു. അതുപോലെ സൈഡിൽ വെന്റിലേഷനുള്ള എക്സ്ട്രാ വിൻഡോ ഉണ്ട്. പിന്നെ കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് ലൈറ്റ് അധികം വേണം. ലൈറ്റുകൾ അല്ലെങ്കിലും ഡിസൈൻഡ് ആയിട്ടുള്ള ലൈറ്റുകൾ. ഇവിടെ ഒരു സർക്കിൾ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ റെക്റ്റാങ്കിൾ ഡിസൈനും കൂടെ, അതുപോലെ തന്നെ ജിയോമെട്രിക്കൽ ആയിട്ടുള്ള എല്ലാ ഐഡിയാസും കൊടുത്ത് അടിപൊളിയായിട്ടുള്ള സീലിംഗ്. ഈ ഒരു ടോണിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലാമിനേറ്റ്സ് കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വാർഡ്രോബും കൊടുത്തു. ഈ ഒരു റൂം ഭംഗിയാക്കി. സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോറിംഗ് ആണ്. എല്ലായിടത്തും ഒരേ പാറ്റേൺ തന്നെയാണ് മാർബിൾ വരുന്നത്. അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് നല്ല കാഴ്ചകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഡൈനിങ് സ്പേസിലേക്കുള്ള ഒരു വ്യൂ കിട്ടും. അതുപോലെ ഈ ഷാൻഡലിയറിൻ്റെ ഒരു സൈസ് അത് ഗ്രാൻഡാക്കി നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. ഈ ഷാൻഡലിയർ ഉള്ളത് നേരെ താഴേക്കുള്ള വോയിഡ് സ്പേസിലാണ്. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കാണുന്ന ഒരു വാളാണ് ഈ ഒരു വാൾപേപ്പർ ഉള്ള ഒരു ഭാഗം. അതുപോലെ പെർഗോളൊക്കെ ഉള്ള ഒരു പ്ലേസ് തന്നെയാണിത്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റെയറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്ന പാസേജ് ഇതാണ്. ഇവിടുന്ന് താഴേക്ക് വ്യൂ ഉണ്ട്. നല്ലൊരു അടിപൊളി ഷാൻഡലിയർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിങ്ങിലേക്ക് എൽ ഷേപ്പിലുള്ള ഡിസൈൻ ആണ്. അത് വൈറ്റ് കളറിൻ്റെ 2 സൈഡിലും വുഡൻ ഡിസൈനും കൂടെ വന്നപ്പോൾ ഈ ഒരു ഏരിയ അടിപൊളിയായി. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്നും കൂടുതൽ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല. പക്ഷേ നമുക്കറിയാം വീടിൻ്റെ ഡിസൈൻ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നോ ആ ഏരിയകളൊക്കെ ഡിസൈൻ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അപ്പോൾ എടുത്തു പറയേണ്ടത് വീട് ഏത് തന്നെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈനുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ വീട് 10 സെൻറ്റിലാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്ത് 5 ബെഡ്റൂമോട് കൂടിയ ഒരു വീട് ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ പേജിലും ചാനലൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.